അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഈ ദുനിയവിയായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ സമ്പാദിക്കൽ, പണമുണ്ടാക്കൽ അത് അത്യാവശ്യമാണ്. പണമില്ലാതെ, ജോലിയില്ലാതെ, സമ്പത്തില്ലാതെ ജീവിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ആ സമ്പാദിക്കുന്നവർ, ദുനിയാവിൽ ജോലി ചെയ്യുന്നവർ, സമ്പാദിക്കുന്നവർ, പണമുണ്ടാക്കുന്നവർ, അവർ രണ്ട് വിധത്തിലാണ്. ഒന്ന്, അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ അവർ സമ്പാദിച്ചതിൻ്റെ പേരിലും പണമുണ്ടാക്കിയതിൻ്റെ പേരിൽ പോലും അവർക്ക് അള്ളാഹു കൂലി നൽകുകയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നൽകുകയാണ്. അതേ സമയത്ത് മറ്റൊരു കൂട്ടർ, അവർ ദുനിയാവിനെ സമ്പാദിച്ചു, അവരും ദുനിയാവിനെ സമ്പാദിച്ചു, പക്ഷേ ആ ദുനിയാവിനെ സമ്പാദിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുകയാണ്, അള്ളാഹു അവരെ ദേഷ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുത്തുനബി വളരെ ഗൗരവമായി നമ്മളോട് ആ രണ്ട് കൂട്ടരെയും മുത്തുനബി വരി ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ ത്വലബ ദുനിയ ഹലാലൻ ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അലതി വസഇയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ ജാരിഹി. ഒരാൾ ദുനിയാവ് ഉണ്ടാക്കുകയാണ്, ദുനിയാവിൽ സമ്പാദിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. എങ്ങനെ? ഹലാലായിട്ടാണ്. ഹറാമ് ഒന്നും വന്നു പോകരുത്. അങ്ങനെ ഹലാല് അവൻ സമ്പാദിക്കുമ്പോൾ, ഹലാല് സമ്പാദിക്കുക മാത്രമല്ല, അവൻ്റെ നിയത്ത് ദുനിയാവിൽ സമ്പാദിക്കുമ്പോൾ എന്തിനാണ് അവൻ പണമുണ്ടാക്കുക? അവൻ്റെ നിയത്ത് അതേ ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അലതി, എൻ്റെ ആവശ്യത്തിന് ആരോടും ചോദിക്കുന്ന ഒരു ഗതികേട് എനിക്ക് വരാൻ പാടില്ല. അത് വല്ലാത്തൊരു ചിന്തയാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആരോടും ചോദിക്കുന്ന, കൈനീട്ടുന്ന ഒരവസ്ഥ നമുക്ക് അല്ലാഹു വരുത്താതിരിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടി സമ്പാദിക്കുക, അതിനു വേണ്ടിയാണ് അവൻ സമ്പാദിക്കുന്നത് എന്ന് മാത്രമല്ല, വസഇയൻ അലാ അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിനെ നല്ല റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, അവർക്ക് വേണ്ടതുപോലെ അവരെ നിയന്ത്രിക്കണമെങ്കിൽ, അവരെ വേണ്ടതുപോലെ നോക്കണമെങ്കിൽ കയ്യിലൊക്കെ കുറച്ച് പണക്ക് വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അധ്വാനിക്കുന്നത് എന്ന് മാത്രമല്ല, ഇനി സമ്പാദിച്ച് കേവലം കുടുംബത്തിന് മാത്രമല്ല, ഇനിയും അതിൽ ഏറെ മിച്ചമുണ്ടായിട്ട് കയ്യിൽ കുറച്ച് കൂടുതൽ പണമുണ്ടായാൽ എൻ്റെ കൂട്ടുകാർക്കും, എൻ്റെ കുടുംബക്കാർക്കും, പാവപ്പെട്ടവർക്കും, അയൽവാസികൾക്കും, ആരാണോ ആവശ്യക്കാർ അവർക്ക് നൽകണം എന്ന നിയത്തോടാണോ ഒരാൾ സമ്പാദിക്കുകയാണെങ്കിൽ മുത്തുനബി പറയുന്നു, ലഖിയല്ലാഹു തആല യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലൽ ഖമരി ലൈലത്തുൽ ബദ്ർ. നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുമ്പിൽ വളരെ സന്തോഷത്തോടു കൂടെ മുന്നിൽ നിൽക്കാൻ അവനെ കൊണ്ട് സാധിക്കും. അള്ളാഹു അവനെ സന്തോഷപ്പെടുത്തും. ചന്ദ്രനെ പോലെ അന്ന് അവൻ്റെ മുഖം പ്രകാശിക്കുകയാണ്. അത്രമാത്രം സന്തോഷത്തോടു കൂടെ റബ്ബിന്റെ മുമ്പിൽ നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ അവനെ കൊണ്ട് സാധിക്കും. കാരണം അവൻ എവിടെയും ഹറാമ് സമ്പാദിച്ചിട്ടില്ല. ഇനി സമ്പാദിച്ചതെല്ലാം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ ചെലവ് ചെയ്യുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, സമ്പാദിക്കുന്നത് തെറ്റല്ല, ഹലാലം നിരക്ക്. എന്നിട്ട് ഈ കാര്യങ്ങളാണ് അവൻ ചെലവ് ചെയ്യുകയാണെങ്കിൽ, അത് എത്ര സമ്പാദിക്കുകയാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കാണ്. അതേ സമയത്ത് മറ്റൊരു വിഭാഗം മുത്തുനബി അതേ ഹദീസിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മൻ ത്വലബ ദുനിയ ഹലാലൻ മുകാസിറൻ മഫാഖിറൻ മുറാഇയൻ. അതേ, ഒരാൾ സമ്പാദിച്ചു. ഇവിടെ മനസ്സിലാക്കണം, മുത്തുനബി പറഞ്ഞത് ഹറാമ് സമ്പാദിച്ചവനെ കുറിച്ച് മുത്തുനബി ഇവിടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നില്ല. ഹറാമ് സമ്പാദിക്കൽ അതേതായാലും തെറ്റും, അവനെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. ഹലാലം നിലക്ക് തന്നെയാണ് ഒരാൾ സമ്പാദിച്ചു. പക്ഷേ അവൻ സമ്പാദിച്ചത് എന്തിനു വേണ്ടിയാണ്? പണം ഇങ്ങനെ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതേ, ആഖിറത്തിന്റെ ചിന്തയോ ആർക്കെങ്കിലും കൊടുക്കണമോ അങ്ങനൊന്നുമല്ല. നാട്ടിൽ ഞാൻ വലിയ പണക്കാരനാണെന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയാണ്. അതേ, പണക്കാരെ ലിസ്റ്റിൽ വരുമ്പോൾ ഞാനാണ് മുന്നിൽ നിൽക്കണമെന്ന ആ വലിയ കിബിറോടുകൂടെ, അങ്ങനൊരു ചിന്തയോടുകൂടെയാണ് ഒരാൾ പണം സമ്പാദിക്കുന്നത്. ഹറാമൻ നിരക്കല്ല, ഹലാലം നിരക്ക് തന്നെ അവൻ അങ്ങനെ സമ്പാദിക്കുകയാണെങ്കിൽ മുത്തുനബി പറയുന്നു, ലഖിയല്ലാഹു തആല വഹുവ അലൈഹി ഗളുബാൻ,
അവന് നാളെ ഖിയാമത്ത് നാളിൽ കൈ കടിക്കേണ്ടി വരും, അവൻ പേടിക്കേണ്ടി വരും. അവനെക്കുറിച്ച് റബ്ബ് നാളെ ദേഷ്യപ്പെടുന്നവനാണ് എന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ചില്ലറ വിഷയമൊന്നുമല്ല, ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഈ ഹദീസിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കാരെ കുറിച്ചിട്ടാണ്. രണ്ടാളും സമ്പാദിച്ചത് ഹലാലം തന്നെയാണ്, ഹറാമിനെ കുറിച്ചല്ല. ഹറാമിനെ കുറിച്ച് സമ്പാദിച്ച് അതൊക്കെ വേറെ വിഷയമാണ്, അത് ധാരാളം പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത് രണ്ടാൾ ഹലാലെന്ന നിലക്ക് തന്നെ സമ്പാദിച്ചു. പക്ഷേ രണ്ടാള് നീയത്ത് രണ്ട് വിധത്തിലായതിൻ്റെ പേരിൽ ഒരാള് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഒരാള് അള്ളാഹുവിൻ്റെ കോപമാണ് ഇവിടെ വാങ്ങിക്കൂറ്റിയത് എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. നമ്മളും സമ്പാദിക്കുന്നവരാണ്, പണമുണ്ടാക്കുന്നവരാണ്, ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നവരാണ്. ഈ രണ്ടാളിൽ ആരാണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.